അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കുകയാണ്. നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾ ബീച്ചിലേക്കും പൂളിലേക്കും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് പോവുകയാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്യാം, എല്ലാം ഒന്നും വിട്ട് കളയാതെ എല്ലാം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ തന്നെ എണീറ്റത്. നേരെ നമ്മൾ ബീച്ചിലേക്ക് പോയി. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊന്നും കാര്യമാക്കാതെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒത്തിരി ആൾക്കാർ ഓൾറെഡി അവിടെ വന്ന് വെയിലത്ത് കിടക്കണ്ട കേട്ടോ. ആൾക്കാർ കരിക്കൊക്കെ വിൽക്കണ്ട്. കരിക്ക് വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കരിക്ക്, നമ്മളൊക്കെ കരിക്കിൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. ചച്ചു പിന്നെ എവിടെയെങ്കിലും മണ്ണ് കണ്ട പിന്നെ മുന്നും പിന്നും നോക്കൂല, അപ്പം തന്നെ കയ്യും മണ്ണിൻ്റെ ഉള്ളിലിട്ട് ഇളക്കും. കുറേ നേരം അവൾ ആ മണ്ണിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കാൽ അതിൽ പൂത്തി വെച്ചിട്ട് കുറേ നേരം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കളിച്ചു. പിന്നെ നമ്മുടെ മേത്തേക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ വാരി എറിഞ്ഞു. അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആയിരുന്നു അവളുടെ പരിപാടി. അപ്പോൾ മണ്ണിൽ കളിക്കണ കുറേ ഇഷ്ടമാണ്, വേർപ്പും ഒന്നും കാര്യമാക്കില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ബീച്ചിൽ കളിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ബീച്ചിൻ്റെ സൈഡിലുള്ള അവിടെ തന്നെ നമ്മൾ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു. അവിടുന്ന് നമ്മൾ പിന്നെ ആദ്യം പോയത് ചച്ചുവിൻ്റെ പൂളിലേക്കാണ്. ചച്ചുവിൻ്റെ പൂളിൽ സ്ലൈഡൊക്കെ ഉള്ളതുകൊണ്ട് അവളെ കുറച്ച് നേരം അവിടെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഒരു കുഞ്ഞു പൂളാണ് കേട്ടോ. ചച്ചുവിൻ്റെ എന്താ മുട്ട് വരെ എങ്ങാണ്ട് വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ അവൾക്ക് സുഖമായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വിചാരിച്ചു വലിയ ആൾക്കാരുടെ പൂളിലേക്ക് പോകാമെന്ന്. ഇതാകുമ്പോൾ അവൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അവളവിടെ വരുണ്ട ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ പോയത് വലിയ ആൾക്കാരുടെ പൂളിലേക്കാണ്. അവിടെയും കുറേ നേരം കിടന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ കയറിയത്. നോർമലി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് അടയ്ക്കും, അപ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റാറില്ല. അപ്പോൾ പോണ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ഫുഡ് ട്രൈ ചെയ്തു. പിന്നെ ചച്ചുവിൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം 4 ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓരോ സ്കൂപ്പ് വെച്ച് അങ്ങ് എടുത്തു. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഫുൾ അവൾ തന്നെയാണ് കേട്ടോ തിന്ന് തീർത്തത്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. പിന്നെ ഞാൻ പോയിട്ട് വേറെ നമ്മൾ എടുക്കാത്ത സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി. കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റെഡിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി. പുതിയ സ്ഥലങ്ങളും തേടി പിന്നെ കുറച്ച് റീലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ തന്നെയുള്ള ഒരു കോഫി കുടിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കും പിന്നെ ചച്ചുവിന് തിന്നാനുള്ള ചോക്ലേറ്റിൻ്റെ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത 2-3 ഒക്കെ എടുത്ത് ഞാനും വരുണും കൂടി ഒരു കോൾഡ് കോഫി എടുത്തു. വരുൺ ക്രീം ഇട്ടതും ഞാൻ ക്രീം ഇടാത്ത കോൾഡ് കോഫിയൊക്കെ എടുത്തു. പക്ഷേ വമ്പൻ കോൾഡ് കോഫിക്ക് ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. പിന്നെ കുറേ പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ കളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. ചച്ചുവിന് ഈ പോള് കളിക്കണത് വരുണ്ട് ഫോണിൽ കളിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നേരിട്ടൊന്ന് കളിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിത്. അപ്പോൾ അവളത് ബോളൊക്കെ എടുത്ത് ആ ബോൾ പോയി കഴിഞ്ഞ് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് കാശിട്ട് വേണം എടുക്കാൻ. നമ്മളവിടെ കിടന്ന ഒരു ബോൾ വെച്ച് ജസ്റ്റ് ഇവിടെ കളിപ്പിച്ചുകൊണ്ട് വന്നതാണ്. വീണ്ടും പിന്നെ റൂമിലൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. അവിടെ പോയി ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും ചച്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ ഇന്ന് പ്രോഗ്രാമൊക്കെ കണ്ടു. ഒത്തിരി നേരം, കാരണം ലേറ്റ് നൈറ്റ് നമ്മൾ ഇരുന്നില്ല. കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് പോകേണ്ടതാണ്. ഒരു 7:50 ആകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള ബസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരത്തെ കിടന്നാലാണ് നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അത് എൻജോയ് ചെയ്തിട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേ നമ്മുടെ ബസ് ഒരു 8:10 ആയപ്പോഴാണ് വന്നത്. നമ്മുടെ ഫ്ലൈറ്റ് 11:45 3 മണിക്കൂർ മുമ്പ് അവിടെ ചെല്ലണമല്ലോ. നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ആദ്യം ചെയ്തത് ഫുഡ് കഴിക്കലാണ്. ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ വന്ന് ഇരുന്നു. പിന്നെ ചച്ചുവിന് വരുന്ന ഒരു പാവ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ വേറൊരു കുട്ടീനെ കണ്ടിട്ട് അവൾ ആ പാവയും കൊണ്ട് വിളിച്ച് പിന്നെ അവർ രണ്ടുപേരും അത് ക്യാച്ചിട്ട് കളിക്കൽ തുടങ്ങി.
ഞങ്ങൾ പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോയത്. കാരണം വെറുതെ അത്ര നേരം ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് കരുതി. ഇവളെയും കൊണ്ട് നിൽക്കണത് പാടാണ്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് കയറിയത്. അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ ഫ്ലൈറ്റിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അത്. ഇനി അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.